നിയമ നടപടികളിൽ കുടുങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപിച്ച CT സ്കാൻ മെഷീൻ. മെഡിക്കൽ കോളേജ് HDS മെമ്പറായ KS ബാബു നൽകിയ ഹർജി പരിഗണിച്ച് മെഷീന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയാണ് മെഷീൻ സ്ഥാപിച്ചത്. 2009 പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കാത്ത് ലാബ് അനുവദിച്ചിരുന്നു. അന്ന് KHRLW ലാബിന്റെ പ്രവർത്തനത്തിന്റെ ലാഭവിഹിതത്തിന്റെ 10% HDSന് നൽകണമെന്നായിരുന്നു കരാർ. ഇത് പ്രകാരം 2011 23 ലക്ഷം രൂപ നൽകിയിരുന്നു. പിന്നീട് നാളിതുവരെ പണം നൽകിയിട്ടില്ല. 2025 ആകുമ്പോഴേക്കും 1.5 കോടിയോളം രൂപ കരാർ പ്രകാരം HDSന് HRW നൽകാനുണ്ട്. കോടികൾ കിട്ടാനുള്ള സാഹചര്യത്തിലാണ് HDS മെമ്പർ KHRWവിന്റെ പുതിയ CT സ്കാനിംഗ് മെഷീനിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്ത് സ്ഥാപനം നടത്തിയാലും മെഡിക്കൽ കോളേജിൻ്റെ ഭരണം അവിടുത്തെ സാമ്പത്തിക ബാധ്യതകളെ ഏറ്റെടുത്ത് നടത്തുന്ന HDS അറിഞ്ഞും HDSന് അതിൻ്റെ വരുമാനത്തിൻ്റെ ശതമാനം കൊടുത്തും വേണം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനെന്ന് ഭരണഘടനാപരമായ നിയമമുണ്ട്. അന്നൊരു എഗ്രിമെൻറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. വരുമാനത്തിൻ്റെ 10% HDSന് കൊടുക്കണം. അത് അവർ കൃത്യമായി ചെയ്തില്ല. ഒരുപാട് ശബ്ദങ്ങളും എഴുത്തുകുത്തുമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 23 ലക്ഷം രൂപ 2011 അവർ തന്നു. HDSന് തന്നു, KHR തന്നു. ബാക്കി 2025 ആയപ്പോഴത്തേക്ക് അവരത് പൊളിച്ചു മാറ്റി. അതിൻ്റെ കാലാവധി കഴിഞ്ഞ് പൊളിച്ചു മാറ്റി. അപ്പോൾ നമുക്ക് തരാനുള്ളത് 1.5 കോടി രൂപയാണ്. മെഡിക്കൽ കോളേജിൽ പേവാർഡ് മുതൽ നിരവധി കാര്യങ്ങൾ HDSന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. നിരവധി രോഗികളാണ് ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പുതിയ സ്കാനിംഗ് മെഷീന്റെ പ്രവർത്തനത്തിനായുള്ള കാത്തിരിപ്പിലാണ് രോഗികൾ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.